നമസ്കാരം സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും തെരഞ്ഞെടുപ്പ് ആവേശമാണ്. ഏപ്രിൽ 9-ന് 140 മണ്ഡലങ്ങളിലായി നമ്മൾ നമ്മുടെ പ്രതിനിധികളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുവാൻ പോവുകയാണ്. മെയ് 4-ന് ഫലം വരുമ്പോൾ ആ 140 ഭാഗ്യവാന്മാർ ആരൊക്കെയെന്ന് അറിയാം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ MLA സീറ്റിനു വേണ്ടി രാഷ്ട്രീയക്കാർ ഇങ്ങനെ കടിപിടി കൂട്ടുന്നത് എന്ന്? വെറും ജനസേവനം മാത്രമാണോ ലക്ഷ്യം, അതോ ഇതിന്റെ പിന്നിൽ വേറെ വല്ലതുമുണ്ടോ? ഒരു പ്രാവശ്യം MLA ആയാൽ പിന്നെ അയാളെയും കുടുംബത്തെയും സർക്കാർ നോക്കിക്കൊള്ളുമെന്ന് പറയുന്നത് വെറുതെയല്ല. ഒരു കേരള MLAയുടെ ശമ്പളവും ആനുകൂല്യവും കേട്ടാൽ സാധാരണക്കാരനായ നമ്മൾ നെട്ടും. അതെന്തൊക്കെയെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി നോക്കാം. MLAയുടെ ശമ്പളക്കണക്ക്. ആദ്യമായി ശമ്പളത്തിലേക്ക് വരാം. കേരളത്തിലെ ഒരു MLAയുടെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് വെറും 50,000 രൂപയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന്. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. ശമ്പളത്തിന് പുറമെ ലഭിക്കുന്ന അലവൻസുകൾ കൂടി ചേർത്താൽ ഒരു MLAയുടെ കയ്യിൽ മാസം ഏകദേശം 2 ലക്ഷത്തോളം രൂപ എത്തും. അതായത് മണ്ഡലം അലവൻസ് മാസം 25,000 രൂപ, ഓഫീസ് അലവൻസ് മാസം 20,000 രൂപ, ഫോൺ ബിൽ അടയ്ക്കാൻ മാസം 10,000 രൂപ. ഇതിനു പുറമെ നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ദിവസേന 1000 മുതൽ 1500 രൂപ വരെ സിറ്റിംഗ് ഫീസും ലഭിക്കും. ഇനിയും ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. ശമ്പളം കൂട്ടുന്ന കാര്യത്തിൽ നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ യാതൊരു തർക്കവുമില്ല. ബാക്കി എല്ലാ കാര്യത്തിലും അടിയുണ്ടാക്കുമെങ്കിലും ശമ്പളം കൂട്ടുന്ന ബില്ല് വരുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, അതെ ഞങ്ങൾക്ക് ഇത് വേണം, കാരണം ഗുണം എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന്. യാത്രകളും താമസങ്ങളും. ഇനി അവരുടെ യാത്രയെക്കുറിച്ച് പറയാം. ഒരു MLAക്ക് ട്രെയിനിൽ AC ഫസ്റ്റ് ക്ലാസ് യാത്ര തികച്ചും സൗജന്യമാണ്. വിമാനയാത്രയ്ക്കും കപ്പൽ യാത്രയ്ക്കും ഒക്കെ വലിയ ആനുകൂല്യങ്ങളുണ്ട്. ഔദ്യോഗിക യാത്രയ്ക്ക് പ്രത്യേകിച്ച് TA വേറെയും കിട്ടും. താമസിക്കുവാൻ തിരുവനന്തപുരത്ത് ഫ്രീയായി MLA ഹോസ്റ്റലുകൾ ഉണ്ട്. അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട് വാടകയ്ക്കെടുക്കാൻ പ്രത്യേക അലവൻസ് സർക്കാർ നൽകും. പനി വന്നാലും തലവേദന വന്നാലും പേടിക്കേണ്ട, ജീവിതകാലം മുഴുവൻ സൗജന്യ മെഡിക്കൽ ചികിത്സ സർക്കാർ വകയാണ്. പാവം ജനങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ ഇവർക്ക് VIP ട്രീറ്റ്മെന്റ് ലഭിക്കും എന്നർത്ഥം. ഇനിയും മന്ത്രിയും മുഖ്യമന്ത്രിയുമായാൽ എന്തൊക്കെയെന്ന് നോക്കാം. ഇനിയും ഒരു MLA പ്രൊമോഷൻ കിട്ടി മന്ത്രിയായാലോ മന്ത്രിയുടെ ശമ്പളം 97,000 രൂപയാണ്. മണ്ഡലം അലവൻസ് 40,000 രൂപ, യാത്രപ്പടി അതായത് TA 17,000 രൂപ വരെ. മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ സർക്കാർ വക പുത്തൻ കാറുകൾ, അതിൻ്റെ ഇന്ധനച്ചെലവ്, ഡ്രൈവർ എല്ലാം സർക്കാർ വകയാണ്. താമസിക്കാൻ തിരുവനന്തപുരത്ത് വൻപൻ ബംഗ്ലാവുകൾ, അവിടെ വരുന്ന അതിഥികളെ സൽക്കരിക്കാനുള്ള പൈസയും വീട്ടുജോലിക്കാരുടെ ശമ്പളവും വരെ നമ്മൾ ജനങ്ങൾ നികുതിയായി കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് പോകുന്നത്. ഇനിയും ടീം ലീഡറായ മുഖ്യമന്ത്രിയുടെ കാര്യമെടുത്താൽ ശമ്പളം 1 ലക്ഷം രൂപയാണ്. താമസിക്കാൻ ക്ലിഫ് ഹൗസ് എന്ന കൊട്ടാരം പോലെയുള്ള വീടും, സുരക്ഷാ ജീവനക്കാർ, പേഴ്സണൽ സ്റ്റാഫ്, അങ്ങനെ സൗകര്യങ്ങളുടെ ഒരു നീണ്ട തന്നെ ക്ലിഫ് ഹൗസിലുണ്ട്. അതുപോലെ ഇനിയും പെൻഷൻ ആയുസ് മുഴുവൻ സുരക്ഷിതമായിരിക്കും. പലരും വിചാരിക്കും 5 വർഷം കഴിഞ്ഞ് ഇവൻ പടിയിറങ്ങിയാൽ എല്ലാം കഴിഞ്ഞുവെന്ന്. അവിടെയാണ് അടുത്ത ലോട്ടറി. വെറും 5 വർഷം MLA ആയിരുന്നാൽ മാസം 30,000 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. അത് 10 വർഷമായിരുന്നാൽ ഓരോ വർഷത്തിനും 5,000 രൂപ വെച്ച് കൂടുതൽ കിട്ടും. നിലവിൽ കേരളത്തിൽ ഏകദേശം 600-ലധികം മുൻ MLAമാർ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. പെൻഷൻ മാത്രമല്ല, MLAയുടെ പേഴ്സണൽ സ്റ്റാഫിനും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരിക്കലൊരു കസേരയിൽ ഇരുന്നാൽ അയാളുടെ കുടുംബത്തിന്റെ ഭാവി സേഫാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു സീറ്റിനു വേണ്ടി നാട്ടിൽ ഇത്ര വലിയ അടി നടക്കുന്നത് അതുകൊണ്ടാണ്. ഇതിലൊന്നും തെറ്റില്ല. പക്ഷേ ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ ജനങ്ങളോടുള്ള കടമ മറക്കാതിരുന്നാൽ മതിയായിരുന്നു. വരുന്ന ഏപ്രിൽ 9-ന് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ആര് ജയിച്ചാലും നമ്മുടെ നാട്ടിൽ വികസനം വരണം എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഏപ്രിൽ 9-ന് വോട്ട് ചെയ്യാൻ മറക്കണ്ട. നന്ദി, നമസ്കാരം.